നിനക്കെന്നാ കണ്ണാണ്ടൂടെ? എന്താ നോക്കണേ? അന്ന് അവൻ എന്നെ ഒരു കാര്യമില്ലാതെ തള്ളി റോഡിലിട്ടു. സാരമില്ല, പോട്ടെ. ഇത് കുടിച്ചോ. വയസ്സ് 9 ആണെങ്കിലും ശരി 50 ആണെങ്കിലും ശരി, ആത്മാഭിമാനം അതാരുടെയും കുത്തയൊന്നുമല്ലല്ലോ. പിന്നെ അവനോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്ന്. അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ. നീ ഇതോടെ പോയി കിടക്കുവായിരുന്നോ? എല്ലാരും കണ്ണുവെട്ടിച്ച് വരണ്ടേ? അങ്കിളുണ്ടോടാ? ഇല്ല, സാർ കേട്ടില്ല. ഓ ഭാഗ്യം. കേറ്. നിക്കേ, നിന്റെ പ്ലാൻ പറ. പ്ലാനാ? പ്ലാൻ അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നമ്മൾ കയറി ആക്രമിക്കുന്നു, പിന്നെ ഞാൻ കണ്ണാടി എടുക്കുന്നു. എന്നിട്ട് ബാക്കി അവിടെ വെച്ച് നോക്കാം. അവിടെ വെച്ച് നോക്കാമെന്നോ? ഇതെന്തോന്ന് പ്ലാന്? എടാ തല്ലാൻ പോകുമ്പോ ഇതിൽ കൂടുതൽ എന്ത് പ്ലാൻ ചെയ്യാനാ? എടാ എനിക്കിത് ഓർത്തിട്ട് തന്നെ മുട്ടിടിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, ഇതൊക്കെ വേണോ? കയറും. നീ കല്യാണം വിളിക്കാൻ വന്നത് അത് അവിടെ കാണും കൊണ്ട് ഒതുക്കി വെക്കേ. മനുഷ്യനെ ഒന്നാമത് ഇവിടെ പേടിച്ചിരിക്കും. വന്നോ? ഇല്ല. അമ്മച്ചി കണ്ണാടി കാണുന്നില്ല. എളുപ്പം കളത്താറടാ കണ്ണാടി വെച്ചോണ്ട് നടക്കുന്നേ. ഈ സമയത്ത് അന്നാടാ നഖം വെട്ടുന്നേ. നാഗോ? പിന്നെ ഇതാണ്ട് പള്ള കുത്തി കയറാണല്ലോ. ഇത് കൊണ്ടുപോയി ഞാൻ നിക്കളി വന്ന് ചാവത്തേ ഉള്ളൂ. അവൻ പള്ള കുത്തിക്കാൻ നടക്കുന്നു. എടാ ചെറിയൊരടി വേണമെങ്കിൽ ഒരു വടി വെച്ചടിച്ചോ, അതോടെ നിർത്തിക്കണോ ഇത്? ചെല്ല് 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 എടുത്തു. വടിയെങ്കിൽ വടി. ചെല്ലണം. നീ ഇവിടെ വടിയും പിടിച്ചോണ്ടിരുന്നോ? ഞാൻ പോവാ.
അതിരാവിലെ അലാറം വെച്ച് പ്രതികാരം ചെയ്യാൻ വന്നേക്കുന്നു. അതും ഒരു കണ്ണാടിയുടെ പേരിൽ. ഒടുക്കത്തൊരു കണ്ണാടി. കണ്ണാടി. എന്താ വീട്ടുകാരല്ലേ എന്നിട്ട് മാറാം. കാണുന്നില്ലല്ലോ. ഓ, എത്തിയ ഭാഗ്യം. ഭാഗ്യം. ഞാൻ ഈ ഫോണിൽ കൂടെ ചൂടുവെള്ളം കോരി ഒഴിക്കും കടലോ. നീ എടാ അവിടെ കിടന്നല്ല ഇറങ്ങിയത്. നിന്നോട് ആരാ അവിടെ കിടന്ന് ഒച്ച വെച്ച് കൊളാക്കാൻ പറഞ്ഞേ? ഇല്ലടാ, പേടി വരുമ്പോ ഞാൻ പാട്ടും പാടി അവിടെ നിൽക്കാം. അത് വിട്. ഞാനേ വേറൊരു കാര്യം പറയാനാ വിളിച്ചേ. നമ്മളീ ഒളിച്ചുമ്പോ അത്തം തല്ലേ, അതെങ്ങനെ എന്റെ പ്രതികാരവും. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. പറ കേക്കട്ടെ. ഞാൻ അവനെ നേരിട്ട് ആക്രമിക്കാൻ പോവാ. എന്നിട്ട് എന്നെ കണ്ണട തിരിച്ചെടുക്കും. നീ നേരിട്ട് ആക്രമിക്കോ തപാൽ വഴി ആക്രമിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ കൊണ്ട് പിടിക്കണ്ട. ഞാനൊരു ജോലിയും കണ്ടുപിടിച്ച് അവളെയും കെട്ടി സമാധാനപരമായി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. വെച്ചിട്ട് പോടാ. ഞാൻ മുഴുവൻ പറയട്ടെ, നീ ഒന്ന് കേക്ക്. പോടാ, വെച്ചിട്ട് പോടാ. ഐഡിയ പറഞ്ഞിട്ട് പാട്ടി കാട്ടി ഇത്രയോട്ടൊന്ന് ഐഡിയ കിട്ടിയ. ഹലോ, ഐഡിയ പറ. അച്ഛാ, ഇതെവിടെയായിരുന്നു? ഇപ്പോഴാണോ സമയം കിട്ടിയത് വിളിക്കാൻ? അല്ലടാ, പെട്ടെന്ന് ഒരു ട്രെയിനിങ്ങിന് കയറേണ്ടി വന്നേ. നീ പറ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അത് വിടും. അച്ഛൻ എപ്പോഴും അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? കെട്ടിയെടുക്കുന്നു? ഇത് എവിടുത്തെ ഭാഷയാടാ? ഓ, എന്നാ ആഗമിക്കുന്നത്? ലീവ് അപ്രൂവ് ആവട്ടാ, കൊടുത്തിട്ടുണ്ട്. നീ ഏത് നേരം ഫോണിലേക്ക് ഇരുന്നോ? ഒരൊറ്റ അഡ്മിഷൻ ഫോമെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടോ നോക്കി? ഹലോ ഹലോ, കൃത്യസമയത്ത് കെട്ടിയെടുത്തോളൂ. പിന്നെ എല്ലാത്തിന്റെയും ടൈം കഴിഞ്ഞാണല്ലോ നമ്മൾ പോകേണ്ടത്. ഞാൻ ഈ കണ്ട കോളേജിലൊക്കെ കയറി ഇറങ്ങിയത് പിന്നെ എന്തിനാ വെച്ചു? ഇനി ടി വി ആണ്. ഡേറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാ. അമേരിക്കയുടെ പോസ്റ്ററിംഗ് ആയിരുന്നു അവർ വിയറ്റ്നാമിനെ നിഷ്പ്രഭമാക്കുമെന്നുള്ളത് ഇനി ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം. അമേരിക്കയുടെ ഈ പോസ്റ്ററിംഗ് അവഗണിച്ച് വിയറ്റ്നാം അമേരിക്കയെ അങ്ങോട്ട് ചെന്ന് അവരുടെ നാട്ടിൽ പോയി ആക്രമിച്ചിരുന്നുവെങ്കിൽ വിയറ്റ്നാമിന്റെ വിജയം ഇതിലും വലുതും എളുപ്പത്തിലുമായനെ. നിങ്ങൾ പറയുന്നത് വിയറ്റ്നാം അങ്ങോട്ട് ചെന്ന് അമേരിക്കയെ ആക്രമിക്കണമെന്നാണോ? പോകണമെന്നല്ല, പക്ഷേ പോയിരുന്നെങ്കിൽ അവരുടെ ഈ പോസ്റ്ററിംഗ് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള എന്റെ ആൾട്ടർനേറ്റ് തിയറി. പക്ഷെ ആരും അങ്ങനെ ചിന്തിക്കില്ല. എന്നാലും ഇത് ആരടാ? നീ ഒന്ന് പെട്ടെന്ന് റെഡിയായി. നിന്റെ അപ്പനൊന്ന് ഇറക്കണം. മരത്തിൽ കയറിയ? എടാ, മരത്തിന്നല്ല, സ്റ്റേഷനിന്ന്. ആ, അത്ര ഉള്ളോ? ഒന്ന് പെട്ടെന്ന്. എടാ, ഈ പരിപാടി ഇപ്പൊ ആരായിരിക്കും? നീ അത് വിട്ടില്ല ഇതുവരെ? എനിക്ക് ആ സതീശന് നല്ല ഡൗട്ടുണ്ട്. ആ, അങ്ങനെ കുറെ എണ്ണം കാണും. അതെ, ഒന്ന് പെട്ടെന്ന്, എന്നിട്ട് കോളേജിൽ പോകാനുള്ളതാ. പോയിട്ട് ഇപ്പൊ എന്തോന്ന് കാണിക്കാൻ? എടാ, പുതിയ പിള്ളേരുടെ അഡ്മിഷൻ മറന്നാ? നിക്കടാ പിടക്കാതെ. അമ്മ,
ആൽത്തറ ഭാഗത്തേക്ക് നീ എന്തിനാ കഴിഞ്ഞ ആഴ്ച പോയത്? അമ്മ പ്ലഗ് അത് തിരിച്ചു. ഞാൻ ചോദിച്ചതിന് ആദ്യ ഉത്തരം പറ. നീ എന്നോട് പറയാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആൽത്തറ ഭാഗത്തേക്ക് പോയിരുന്നോന്ന്. എനിക്കെന്താ അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്? സത്യം പറ. നീ പിന്നെ ആ ചെക്കനുമായി വല്ല അടിയുണ്ടാക്കിയോ? എടാ നിന്നോടാ. ചൂടാവണ്ട, ഞാനല്ല, അയാളാ തുടങ്ങിയത്. ആ ജംഗ്ഷൻ്റെ അവിടെ വെച്ച് എൻ്റെ സൈക്കിൾ അയാളുടെ ബൈക്കും പറഞ്ഞു എന്ന് പറഞ്ഞു. വേണ്ടാത്ത പറഞ്ഞ് എന്നെ സൈക്കിളിൽ നിന്ന് പിടിച്ച് തള്ളി താഴിട്ടു. അമ്മ ഇങ്ങനെ എല്ലാത്തിനും എൻ്റെ പുറകെ നടക്കണ്ട. എനിക്കറിയാം എന്താ വേണ്ടത്. ആരെങ്ങോട്ട് ഇന്ന് നിന്റെ അഡ്മിഷൻ അല്ലേ? നീ മര്യാദയ്ക്ക് ഫയൽസും സർട്ടിഫിക്കറ്റും ആയിട്ട് ഇറങ്ങ്. ബാക്കി നമുക്ക് വൈകിട്ട് സംസാരിക്കാം. നിന്നോടാ വെച്ചു. ബഹളം വെക്കണ്ട, ഇറങ്ങാണ് പോരെ. ഇനി മേലാല ചെക്കന്റെ വീടിന്റെ പരിസരത്തേക്ക് പോയേക്കരുത്, കേട്ടല്ലോ? കേട്ടോന്ന്. കേട്ടു. അഡ്മിഷന്റെ ഡി എടുത്തോ? പോകുന്ന വഴിക്ക് എടുത്തോളാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചെയ്യാനല്ലേ? കുറച്ച് നാളായി ആ ചെക്കനെ കുറിച്ച് കേൾക്കാത്തോണ്ട് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പതേ അവൻ പിന്നെ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നു. ലതേ, അവര് വെട്ടും കുത്തും കൊലപാതകമൊക്കെ ആയിട്ട് നടക്കുന്ന കൂട്ടങ്ങളാണേ. ആര്? ആ റോക്കോയോ? ആ ആട്ടെ, മോൻ ഏത് കോളേജിലേ ചേച്ചി ചേർന്നിരിക്കുന്നത്? ഇവിടെ വേദവ്യാസ കോളേജില്. അവനെ എത്ര നല്ല കോളേജുകളിൽ നിന്നാ വിളി വന്നേന്നറിയോ? പക്ഷെ അവൻ ഇവിടെ നിന്നും വിട്ടു പോവണ്ടായിരുന്നു. അല്ല ചേച്ചി, ഏത് കോളേജെന്നാ പറഞ്ഞേ? വേദവ്യാസ കോളേജ്. ചേച്ചി അവിടെയാ ഈ റോക്കോയും പഠിക്കുന്നത്. Please connect me with the Colonel Sukumaran. അല്ലല്ലേ, ബാലുവിന് ഇതറിയാൻ വഴിയില്ല. ഇവൻ അവനെയും പറ്റിച്ചായിരിക്കും അവിടെ ചേർത്തത്. എന്താടാ അത്ര ഗൗരവം? അമ്പലത്തിലൊക്കെ പോയാ? അതെ, ഇന്ന് ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുന്ന ദിവസമാണ്. അല്പമൊക്കെ സന്തോഷവും കുറച്ചൊക്കെ സമാധാനവും അല്പനേരത്തേക്ക് ഉള്ളതെന്നറിയാം. അതങ്ങനെ നിന്നോട്ടെ, നശിപ്പിക്കരുത്. ഇതെന്താ? സോറി വേണം, സോറി. ബാലു, സോറിയേ. എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനുണ്ട്. നമ്മളീ പോണ കോളേജില്ലേ? ഹലോ, പേടിപ്പിക്കാതെ വന്നോടെ. പേടിച്ചാ വന്നാ? നീ എന്താടാ ഇങ്ങനെ? ഇതൊരു ബാങ്കാണ്, ആ ഒരു മര്യാദയിലൊക്കെ ഒന്ന് പെരുമാറും. മഞ്ജു ഇതെവിടെ? നിന്റെ മഞ്ജു, ചൂടാവല്ലേ, ഇതൊരു ബാങ്കല്ലേ. എടാ, നിനക്ക് പറ്റുമെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കാവോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഇതോട്ട് അവനോട് സംസാരിക്കും. ഞാൻ മഞ്ജു, മഞ്ചേഷ്, ഇവൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാനായിരുന്നു നിന്റെ അടിമയെ. അളിയാ പ്ലീസ്. മാഡം പെട്ടെന്ന് കിട്ടത്തല്ലേ? അത് കുറച്ച് സമയം എടുക്കും. 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. അതിനുള്ള ഇവിടെ വെയിറ്റ്. ഇനി ഇതൊന്നും അവനോട് പറഞ്ഞേക്ക്. ഞാനാ ഇത് വെച്ചോ പ്ലീസ്. ഞാൻ ഇങ്ങനെ പോ. അതെ, ബാങ്കാണ്. ഇനി ഡി ആവശ്യമില്ല. ഇതപ്പം പഠിക്കുന്ന കോളേജ് എന്താണ് പറയുന്നത്? പിടിവിട്. ഇവിടെ ഒരു ഗുണ്ടയോടെ കളിക്കുന്ന ബോധം നിനക്കുണ്ടോ? പിടിവിട്. പറഞ്ഞാ നീ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നോണ്ടോ പറയാതിരുന്നു. ആളുകൾ നോക്കുന്ന നീയല്ലേ നാണക്കേടിന്റെ ആള്. എന്തൊരു പവറാടാ നിനക്ക്. എടാ, നീയും കൂടി വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് തീർക്കാവുന്നുള്ളൂ ആ റോക്കോയെ. നീ നടങ്ങ്, അവ ഒന്ന് പറഞ്ഞോട്ട്. നീ എന്തിനാ ചുമ്മാ ചൂടാവുന്നത്? നിന്നോട് ആരാ പറഞ്ഞ അവൻ ഗുണ്ടയെന്ന്? നിന്റെ അമ്മ. പിന്നല്ലാതാരാ? എന്റെ അമ്മയെ. എടാ, എന്റെ അമ്മയുടെ അഭിപ്രായത്തിൽ എന്റെ അച്ഛനാ ഏറ്റവും വലിയ ഗുണ്ട. ഹലോ, സാവിത്രിയോ? എന്താ? ഒന്ന് നാട്ടിൽ വരണം, എത്രയും പെട്ടെന്ന്.
വരാലോ? അല്ല, എന്താ? എന്തിനാ? എടാ ഈ റോക്കോയുടെ അച്ഛനാണ് ഗുണ്ട. അവൻ വെറും ഒരു പോസ്റ്ററിംഗ് ആണ്. പോസ്റ്ററിംഗ് എന്താ ആന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താണോ? അതെ, എന്താ പ്രശ്നമെന്ന്. എടാ നിനക്കും മഞ്ജുവിനും വേണ്ട കോമേഴ്സ് ആ കോളേജിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ട ഏതെങ്കിലും കോഴ്സ് ആ കോളേജിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ നമ്മുടെ പഠിത്തത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ റോക്കോ, എടാ അവൻ എനിക്കുള്ളൊരു ബോണസായി മാത്രം നീ കണ്ടാ മതി. നീ കൂടുതൽ ആലോചിച്ച് തലപോക്കാതെ വന്നേ. അഡ്മിഷൻ ലേറ്റ് ആയില്ലേ? ഉള്ള സീറ്റോടെ പോവും, പറഞ്ഞേക്കാം. എടാ അതെ അതെ, ഞാൻ എഴുതിക്കോളാം. ബാലു, എടാ എനിക്കറിയാം. ബാലു, എടാ ഞാനിതൊന്ന് ശരിയായിട്ട് പൂരിപ്പിച്ചോട്ടെ. ബാലു. സഹായിക്കണ്ട, ഞാൻ ചെയ്തോളാം. എടാ എന്തോന്നു ബാജു? എടാ നിന്നെ ഒറ്റ ഒരുത്തിനെ വിശ്വസിച്ചാണ് ഞാൻ ഈ ക്യാമ്പസ് സെലക്ഷൻ പോലും ഇല്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സമ്മതിച്ചത്. കുടിക്കിയപ്പോ സമാധാനമായല്ലോ. എന്നാ തോളം പൂരിപ്പിക്കും. ബാലു, എടാ ബാലു നോക്കിങ്ങോട്ട്. എടാ ഞാനൊന്ന് പറയട്ടെ. എന്തോ പറയാനാ? എടാ അവനെ പുറത്തിട്ട് അടിക്കുന്ന പോലെ അവന്റെ കോളേജിനകത്തിട്ട് അടിക്കുന്നേ. അത് മാത്രമല്ല അവൻ ഇന്നു മുതൽ നിന്റെ സീനിയറാ. സീനിയർ അല്ലേ ആയുള്ളൂ, അല്ല അതിന്റെ അച്ഛനൊന്നും ആയില്ലല്ലോ. ഞാൻ പറയട്ടെ. എടാ എനിക്കറിയാം നിന്റെ ടെൻഷന്റെ കാര്യം ജയലജ. പക്ഷെ ഇതുകൊണ്ട് നിനക്കൊരു ചീത്തപ്പേരുണ്ടാവില്ലെന്ന്. ദേ ഞാൻ വാക്കുവരുന്നു. ശരി, ഞാൻ ഒരു ഐഡിയ പറയാം. നോക്കിങ്ങോട്ട് പറ. ഇന്ന് കോളേജിന് പുറത്ത് വെച്ച് ഒരു അവസാന ശ്രമം നടത്തുന്നു നിനക്ക് വേണ്ടി. എനിക്ക് എന്നാ എനിക്ക് വേണ്ടി. എന്ത് പറയുന്നു? എന്തൊരു കോടാലിയാ. ഇന്നത്തോടെ ഇത് നിർത്തിക്കോണം. തപ്പേന്ന് ചെറിയൊരടി. ഓക്കെ. അവന്റെ ടൂൾസ് വല്ലതും കാണും. നേരത്തെങ്കിൽ മറ്റേ ആ സൈക്കിൾ എടുത്തു വന്നപ്പോഴായിരുന്നു. എടാ ഞാൻ ചായ പിന്നെ ഉഴുന്നോട തെളിഞ്ഞ് പരിപ്പോടെ ഏത്തക്കാപ്പം എല്ലാം ഉണ്ടാവണേ ഈശ്വരാ. ഈശ്വരാ കത്തോണേ. ചേട്ടാ ഒരു ചായ, ഒരു വട, ഒരു ഏത്തക്കാപ്പം എല്ലാം ഇവിടെ ഏത്തക്കാപ്പം മതി. ചേട്ടാ പെട്ടെന്ന്. ഭാഗ്യം കണ്ണാടി ഉണ്ട്. അതെ അടിയിലോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സീറ്റ് മാറ്റണം. നിനക്ക് ആ കീറിയ ഭാഗം മാത്രം ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? എത്ര നേരം എടുക്കും? അതിന് 10 മിനിറ്റ്. 5 5 പെട്ടെന്നാവട്ടെ. ചേട്ടാ ഒരു ചായ. നീയാണല്ലോ സീറ്റ് കുത്തിക്കരുത്. കണ്ണടിതാടാ. ഒരു മിനിറ്റ്.
ചേട്ടാ ചേട്ടാ മനോരമല്ലേ ഈ കണ്ണൊന്ന് പൊത്തുവോ പ്ലീസ് ചേട്ടാ, കണ്ണൊന്ന് പൊത്ത് വേഗം. എന്റെ കണ്ണല്ലടാ ഈ മണ്ണ് മണിക്കണ്ണെ കൊണ്ട്. ധൈര്യം എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ നോക്കടാ. നിന്നെ എടുത്തോളാം, എന്റെ അച്ഛൻ നിന്നെ എടുത്തോളാം. വണ്ടി ഇറങ്ങണം. അങ്ങനെ കോളേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കോളേജിൽ പോയിട്ട് മാന്യമായി തല്ലാന്ന്. ഇറങ്ങി എങ്ങോട്ടാ? എന്താ കോളേജൊക്കെ ചെറുത്, അതിലും വലിയ പടം വീടിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടാവും. പിന്നെ നിന്റെ വീട്ടിലെ പോലെ ഒന്നും അല്ല, ഇവിടെ ഇല്ലാത്ത മുറി വരെ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞോ? പിന്നെ വരാതെ നമുക്ക് പുറകോടെ പോവാം, വാ. ഇങ്ങനാണോ സിഗ്നൽ വരുന്നത്? ചായയും ഇനി എന്റെ ഏത്തക്കാപ്പത്തെ കുറ്റം പറ. ഇത്രയും നല്ലൊരു സിഗ്നൽ എന്റെ അമ്മയെ നിന്റെ അമ്മ. ആന്റി ആന്റി എന്താ ഇവിടെ? നീ എന്റെ ചെക്കന്റെ ദേഹത്ത് കൈവെക്കുമല്ലേ? ഏത് ചെക്കൻ്റെ? ആരാടാ ഇവര്? എല്ലാം പറഞ്ഞ നിനക്ക് പറയാനുള്ളത് അവനോട് പറ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ ചെക്കനെ തല്ലുന്ന ഈ വിവരമില്ലാത്ത മിണ്ടരുത്. നിന്നെക്കാളും 3-4 വയസ്സ് ഇളയതല്ലടാ അവൻ. പോട്ടെ, നീ ഒരു ക്രിമിനൽ ആണെന്നെങ്കിലും നിനക്ക് ഓർമ്മ വേണ്ടേ? നിന്നെ തവണ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കിക്കോ, എന്റെ സ്വഭാവം അറിയില്ല. യഥാർത്ഥത്തില് ഇവര് തമ്മിൽ എന്താണെന്ന് സാറെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചാ പറയില്ല. സാർ, അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അമ്മ വെറുതെ പേടികാരൻ നിർബന്ധിച്ച് എന്നോട് കൊണ്ടുവന്നു. മിണ്ടാതിരിക്കുന്നേ. കണ്ടില്ലേ സാർ ഇവന്റെ നെകളിപ്പ്? മാഡം പ്ലീസ്, ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ അടികൂടി അത് ഞാൻ തീർക്കേണ്ട അവസ്ഥ വരുമോ? പറയാൻ പാടുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും ഈ മോനെ പോലെ കൂട്ടിലടച്ച് വളർത്തുന്ന പിള്ളേർക്കൊന്നും ഇടപെടാൻ പറ്റിയ ഐറ്റം ഒന്നും അല്ല അവനൊന്നും. ഏതായാലും ഇവനെ ആരും കൂട്ടിലടച്ച് വളർത്തിയിട്ടില്ല. വേണ്ടാത്ത എല്ലാ സ്വാതന്ത്ര്യം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയാണല്ലോ ഈ കാണുന്നതൊക്കെ. അതെ, നമുക്ക് ആദ്യം ഒരു തീരുമാനത്തിലെത്താം. ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിലിട്ട് നടക്കാതെ എന്തെങ്കിലും ക്രിയാത്മകമോ സർഗാത്മകമോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ. പിന്നെ അവൻ്റെ കാര്യം, അത് മാഡം വൃത്തിക്കൊരു പരാതി എഴുതിയിട്ടിങ്ങാന്നോ ബാക്കി ഞാൻ നോക്കാം. ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് നോക്കും, ഞാൻ നോക്കിക്കോളാം. ശരി. ഡേ നീ വന്ന്, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് മുഴുകാൻ ശ്രമിക്കുമോ? എന്തോ പറഞ്ഞേ? ക്രിയാത്മകവും സർഗാത്മകവും അല്ലേ? റൈറ്റ്. ആട്ടെ. കൊണ്ടുപോകും. അപ്പൊ കാണാം. എന്തിന്? കാശ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വൈകുന്നേരത്തുള്ളിൽ ബാക്കിയിട്ടുണ്ട്. എന്തോന്നാണ് ഇത്? നീ ഈ പിള്ളേരെ കൂടെ ചീത്താക്കൂ? എന്ത് ചീത്താക്കാൻ? ഞാൻ വാഷി സോപ്പ് കൊടുത്തല്ലേ അവന്. നിന്റെ വാഷി സോപ്പല്ലേ നീ എൻവലപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റന്റെ കാര്യത്തിൽ ഇടപെടല്ലെന്ന്. മര്യാദയ്ക്ക് നാളെ സമയത്തിന് കളിക്ക് വരാൻ നോക്ക്. അതിനൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ സംശയമാണ്. കോളേജിൽ നിന്ന് അഡ്മിഷന്റെ വിളിയൊന്നും തുടങ്ങി. എടാ,
നീയൊക്കെ 10 കാശുണ്ടാക്കാൻ വേണ്ടിയില്ല പഠിക്കാൻ പോണത്. ആ സമയത്ത് ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചാലും കിട്ടില്ല പൈസ. ഈ പൈസ ഇല്ല. ആ ഇങ്ങനെയുള്ള വിവരക്കേട് പറയാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ കോളേജിൽ പോകുന്നത്. നീ അങ്ങനെ ഒരുപാട് ബ്രെയിൻ ഉപയോഗിക്കല്ലേ. ശരിയാക്കി പഠിച്ച് രക്ഷപ്പെടുന്നുണ്ടോ ഇവനൊന്നും സഹിക്കൂല. കേറ് പോളെ. മറ്റവന്മാരെ കൂടെ കളിക്കൊണ്ടുപോടാ. ഈ അവന്മാര് ഇനി വരുമെന്ന് തോന്നുന്നില്ല. എന്ത് ഈ പറഞ്ഞ തന്നെ അഡ്മിഷൻ. സാറേ സാറേ നോട്ടിപ്പോയി സാറേ, എൻ്റെയും അപ്പൻ്റെയും കൂടെ ചേർത്ത് ഈ ഫീസ് ഒരു ഫാമിലി പാക്കേജ് ആക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? അല്ലാതെ നന്നാവൂല. എടോ ഇമാതിരി ചീള് കേസ് ഞാൻ ഏറ്റെടുക്കാത്തത് മുതലാവത്തോണ്ടാ. അപ്പോഴാണ് ഫാമിലി പാക്ക്. അതിപ്പോ സാറിന് മുതലാവാൻ വേണ്ടിട്ട് നമുക്ക് ആരെങ്കിലും കുത്തിക്കൊല്ലാൻ പറ്റൂ? എടോ ഇമാതിരി പ്രശ്നത്തിൽ ഇന്ന് ചാടരുതെന്ന്. എത്ര കയറി? 5. ഈ ചള്ള് ചെക്കന്മാരെ കാരണം മഹാ മെനക്കേടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവർക്ക് ഇത് എന്താടാ വേണ്ടത്? ഒന്ന് തള്ളിയതിന്റെ പേരിൽ. അപ്പൊ അവന്റെ കണ്ണാടിയോ എടുത്താ എന്ത് യൂസ് ചെയ്യുന്നില്ലേ? അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. കോളേജിൽ വെച്ചേ ആ പയ്യനെ റാഗ് ചെയ്ത് പോയിട്ട് അവന്റെ മുഖത്ത് നോക്കേണ്ട കാര്യം പോലും മറന്നേക്ക്. റാഗ് ചെയ്യണം? അതിന് നമ്മളെന്തിനാ അവനെ റാഗ് ചെയ്യണം? അപ്പൊ നീ അറിഞ്ഞില്ലേ അവൻ ജോയിൻ ചെയ്യാൻ വരുന്നത് നിന്റെ കോളേജിലാ. നോക്കിയും കൊണ്ടൊക്കെ നടന്നോ അവിടെ. ചേട്ടാ എത്ര? 30. ഇച്ചിരി ഗ്യാപ്പ്. കോളേജ് 10 10 10 30. ഏട്ടാ ഏട്ടാ പോണു. അവന്റെ 10 വേണ്ടേ? കണക്കാറ്റി 15 15 30. ഏട്ടാ 5 രൂപ തരാ. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണ്, അവന്റെ കൂടെ ആരെങ്കിലും നോക്കിയിട്ടൊക്കെ മതി തല്ലുന്നതൊക്കെ. ഒന്ന് പോടാ അവിടെ. അപ്പൊ തല്ലുന്നില്ലേ? തലേ കയറാതിരിക്കാൻ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി. അല്ലാനേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ധൈര്യം എടുത്തുമ്പോ എന്താടാ ചോർന്നു പോന്നെ? ഭാഗ്യം. ഞാൻ കരുതി നീ കോളേജിൽ കാല് വെക്കുമ്പോഴേ അവനെ അടിക്കുമെന്ന്. മുമ്പിൽ കിട്ടിയ ചിലപ്പോ അവനെ ഞാൻ തല്ലിന്നിരിക്കും. കേട്ടല്ലോ. ഇതിപ്പോ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ത പോലെ ഉണ്ടല്ലോ. എന്താടാ വന്ന് ഓ മൈ ഗോഡ്, ഒറിജിനൽ ചന്ത. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യേ? നീ ഇങ്ങനെ പതറല്ലേ. നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടേ അങ്ങോട്ട് നടന്നോ. ആറ്റിറ്റ്യൂഡ് എങ്ങനെ? കണ്ട പേടിക്കണ കണ്ട. ഇത്രേ ഉള്ളൂ. ഇവന്മാരൊക്കെയാണ് ഒളിച്ചും പാത്തും വന്ന് ഞോണ്ടാ നിൽക്കുന്നത്. ഇനിയും വരുന്നിടത്ത് വെച്ചാണ്. അതേ പോണു. പാടാ ഒന്ന് പേടിപ്പിച്ചിട്ടേക്കാം. ഒരു കാരണവശാലും നീ എന്നെ കൈവിടല്ലേ. കണ്ണാടി എടുത്തോണ്ട് ഓടിയാലോ? ആ ഓടിക്കോ. പിന്നെ ആ വഴിക്കങ്ങ് പൊക്കോണം. ആളാകെ മാറിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവൻ തല്ലാൻ ആളെ ഇറക്കുന്നു. ആരാ കുഞ്ഞമ്മേ? ഒന്ന് പോടാ. നിങ്ങളെന്താ ഇവിടെ? അനുപമേ ഇവിടെയാ ചേർന്നേ. എക്കണോമിക്സിന് തന്നെയല്ലേ? ആ കോമേഴ്സ് തന്നെ. വാ പിന്നാലെ കയറിയതേ ഉള്ളൂ. മോനും കോമേഴ്സ് തന്നെ. അതെ, എക്കണോമിക്സ്. മിടുക്കൻ. പിന്നെ ഒന്നും ആരോടും പറയാൻ പറ്റിയില്ല. അങ്കിള് VRS എടുത്ത പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അനുപമയുടെ സംസാരിച്ചത് എങ്ങനെയാ? കുട്ടികൾ ക്ലാസ്സിൽ പോകണ്ടേ? ഞാനാണോ സംസാരിച്ചത്? നീ അല്ലേ സംസാരിച്ചെന്ന്? നിങ്ങൾ ക്ലാസ്സിലോട്ട് പോകും. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആയിട്ട് മോശം ഇമേജ് ഒന്നും ഉണ്ടാക്കണ്ട. ശരി. അയ്യോ പറയാൻ വിട്ടുപോയി. മറ്റന്നാ ഞങ്ങളുടെ അവിടെ ഊണ്. അങ്കിളിന്റെ പിറന്നാളാണ്. പഴയ വീട്ടിലല്ല, അമ്മയ്ക്കറിയാം പുതിയ സ്ഥലം. ദേ 2 പേരും വരണം. ശരി. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നന്നായി വരട്ടെ. അനുഭവം വന്നിട്ടുണ്ട്. വാ. ഇതെങ്ങോട്ട് തുള്ളിച്ചാടി പോണേ? നീ ഇതോടായിരുന്നു. ഒരാളെങ്കിലും ക്ലാസ് കണ്ടുപിടിക്കണ്ടേ? എന്നിട്ട് കണ്ടുപിടിച്ച? ഇല്ല. അവൻ ഇതെങ്ങോട്ട് ഓടിപ്പോയത്? അവന്റെ പഴയ അനുപമയില്ലേ, അവൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കും. ഇവിടെ ഈ കോളേജിലാ? അപ്പൊ ബോംബെ പഠിച്ചിട്ട് ബോധമില്ല. എന്തായി കണ്ടാ? ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് ശരി. അപ്പൊ ഇതൊരു സ്പോട്ട് ചെയ്തില്ലേ? പിന്നെന്തോ പ്രണയം? സ്പോട്ട് ചെയ്യാൻ അവളെന്താ പുള്ളിപ്പില്ലേ?
നിനക്ക് നിന്റെ ഒരു നാക്കറിയില്ല. ഞാനും കൂടെ വരാം. ഇങ്ങോട്ടാ കണ്ടുപിടിക്കണ്ടേ? നീ ഇവിടെ ഞാൻ ഉണ്ടായിക്കോളാം. ഒടുവിൽ തിരഞ്ഞ നിന്റെ കണ്ണുകൾ നിധിയേ ആ നോട്ടമെന്റെ ചങ്കിനുള്ളിലായി ഇവിടെ മുളയിൽ ചെറുമുള്ളു പോലെ ഉടനറിയും സ്നേഹമോടെ വരവറിയാൻ നിന്നു ഞാൻ ഉയരട്ടെ വാനമോ പ്രണയം. അപ്പൊ പ്രതികാരം അതിന് ഇനി സമയമുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പ്രണയത്തിന് മുന്നിൽ പ്രതികാരത്തിന് എന്ത് സ്ഥാനം ഇല്ല. നിങ്ങൾ വരുന്നത് എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ചിലപ്പോൾ പ്രതികരിക്കും. നിങ്ങളുടെ ദേഷ്യപ്പെടലൊന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ കേൾക്കണം. ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഗൃഹനാഥൻ. കൊല്ലത്തിലൊരിക്കൽ വന്നാലൊന്നും ഗൃഹനാഥനാവില്ല. ഞാൻ ഇല്ലാത്തപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നത് ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് എന്നോട് പറയാം. ആര് നിങ്ങളോട് ഈ അനാവശ്യം പറഞ്ഞേ? ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും സത്യമാണെന്ന് അറിഞ്ഞാൽ മതി. വേണ്ടത് പറയരുത്. മോൻ കേൾക്കും. ഒന്ന് പയ്യെ സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യം ഉണ്ടാവണോടി, ഞാൻ സംസാരിക്കും. നീ കേൾക്കണം അല്ലേ? എന്തു പറ്റി? പൂവത്തിങ്കിൽ പോകുമ്പോൾ എൻ്റെ പഴയ ചെലങ്കി എടുത്തോണ്ട് വരണം. അതോ? അത് ചെറുതല്ലേ? ചെലങ്കിക്ക് അങ്ങനെയൊന്നുമില്ല. എൻ കണ്ണാകെ നിറമേഘവേ അതിൽ ഞാൻ ഇന്നറിയാതെ വരയാകവേ നീ എന്നുള്ളാകെ തണലേക്കവേ അതിൽ ഞാനൊന്നറിയാതെ കുളിർ തേടി ചിരി പോലെ എന്തോ നീ മിഴിയാലെ തന്നില്ലേ
മഴത്തുള്ളി പോലെന്നെ പൊതിഞ്ഞെന്നു പെയ്യുമ്പോ മനസ്സുള്ളിലേറി നിന്റെ തരിപ്പൊട്ട കമ്മല് മുഖപ്പിന്റെ മോളീന്ന് കടക്കണ്ണ് തീണ്ടണേ ചിറപ്പിന്റെ പോലുള്ളിൽ തിരിവീഴണേ നമുക്കായി പേരാറിൻ നടുവത്തു പന്തല് തണുപ്പായി മേലാകെ മഴത്തിന്നല് പുതിയൊരു മൂളിപ്പാട്ടും ചൊല്ലേ പലവരെ നീയും പാടും മെല്ലെ എടിമിൻസാരക്കനവേ ഇനി എന്നാണിന്നരികെ കുടകളിൽ ഓടിക്കേറും ജൂണിൽ തെരുവുകൾ ഓരോന്നായി ചേരാം പറയുന്നാണിന്നരികെ എടിമിൻസാരക്കനവേ ചിരി പോലെ എന്തോ നീ മിഴിയാലെ തന്നില്ലേ ഉയരാകെ മൂടും നീ പൊടിക്കാതല് മഴത്തുള്ളി പോലെന്നെ പൊതിഞ്ഞെന്നു പെയ്യുമ്പോ മനസ്സുള്ളിലേറി നിന്റെ തരിപ്പൊട്ട കമ്മല് ഇതിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണോ നീ വർഷങ്ങളായി മേശപ്പുറത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്? വല്ല മരത്തിലും കൊണ്ടൊട്ടിയാറോ? എന്തൊരു അഹങ്കാരം. എടാ അവൾക്ക് ഇനി എന്നെ ഓർമ്മയില്ലാണ്ടായിരിക്കൂ. പണ്ട് കുഞ്ഞിലെപ്പോഴോ കണ്ടല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ പഴയ പാവയും കെട്ടിപ്പിടിച്ച് അവളുടെ അടുത്ത് ചെന്ന് നോക്ക്, ഓർമ്മയുണ്ട്? നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്ത്? അപ്പോ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ക്ലാസ് ഇല്ല. നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ട് തുടങ്ങിയാലോ? പറ്റൂല. എന്റെ പേര് അനുപമ. മിസ് അനുപമ. അനുപമയ്ക്ക് എന്താണ് നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ലാത്തത്? ഏതവനാടത്? വല്ല ചോദ്യം ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കണം. ഈ ചോദ്യം ചോദിക്കലൊക്കെ ക്ലാസ് തുടങ്ങുമ്പോഴും കാണണം. എന്റെ പേര് അനുപമ സോമൻ. പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാണ്, ദാദർ. സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു 10th വരെ. പ്രീ ഡിഗ്രി സെന്റ് സേവിയേഴ്സിൽ. അച്ഛൻ HP-യിൽ ഏരിയ സൂപ്പർവൈസർ ആയിരുന്നു. മം ഇസ് എ ഹൗസ് വൈഫ്. അവിടുത്തെ ഫാസ്റ്റായിട്ടുള്ള ജീവിതം മടുത്തും പിന്നെ എൻ്റെ പഠിത്തമെല്ലാം കണക്കിലെടുത്തും അച്ഛൻ VRS എടുത്ത് എന്നെ അമ്മയും കൂട്ടി നാട്ടിലോട്ട് വന്നു. സഹോദരങ്ങളൊന്നുമില്ല. ഒരു കസിൻ ബ്രദർ ഉണ്ട്. ആളൊരു കോപ്പറേറ്റീവ് ബാങ്കിലാണ്. പിന്നെ എന്താ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ആദ്യം ആരോ ചോദിച്ചതിന് മറുപടി. ഞാൻ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ തറവാട് ചേർത്തലയിലും. 9 വയസ്സായപ്പോഴേക്കും അച്ഛന് ബോംബെക്ക് ട്രാൻസ്ഫറായി. എൻ്റെ ഓർമ്മകൾ കൂടുതലും അവിടെയാണ്. പിന്നെ സുഹൃത്തുക്കൾ. അച്ഛന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്കങ്ങനെ ഇവിടെ സുഹൃത്തുക്കളൊന്നുമില്ല. എന്ന് വെച്ചാൽ ആരും ഇല്ല എന്നല്ല, എല്ലാവർക്കും ഉള്ള പോലെ വളരെ അടുത്ത് 1-2 പേര്. നമുക്ക് ഈ ബൈക്ക് ഒന്ന് ബോംബെയിൽ എത്തിച്ചേരണമല്ലോ. റെയിൽവേയുടെ പാഴ്സൽ സർവീസ് ഉണ്ടല്ലോ. കൊണ്ടുപോവാ അല്ലേ? കൊണ്ടുപോവാ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരണേ. പിന്നെന്താ വിച്ചു? അങ്കിൾ എങ്ങോട്ടാ പോന്നെ?
നിന്നെ ഒന്ന് കാണണമെന്നോർത്തിരിക്കുമായിരുന്നു. ഞങ്ങൾ ബോംബെക്ക് പോവാടാ. അങ്കിളിന് അവിടെ ഒരു ജോലി കിട്ടി. അപ്പോൾ ഇനി അവധിയാകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരണം കേട്ടോ. നീ വിഷമിക്കണ്ട. അനു ഇവിടെ ഉണ്ട്, കളിച്ചോ. മോളെ അനു, ദേ വിച്ചു വന്നിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരി വിളിച്ചെടുത്തിയതായിരിക്കും എന്നെ ഉപദേശിക്കാൻ. നല്ല അടിപൊളി ഷർട്ടാണല്ലോ. കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിന്റെ അമ്മ സത്യത്തിൽ വേറൊരാളെ കല്യാണം കഴിക്കാനിരുന്ന അവളുടെ അകന്ന ബന്ധത്തിലൊരാൾ, അശോകനോ അങ്ങനെന്തോ ആയിരുന്നു അവളുടെ പേര്. എൻ്റെ അമ്മ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം അന്ന് ഇയാൾ അവിടെ അവളുടെ സീനിയറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾക്ക് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കല്യാണക്കാരും വീട്ടിൽ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പുറകെ നടന്ന് അവളെ കൊണ്ട് ആ ബന്ധത്തിന് സമ്മതിപ്പിച്ചു. നിന്റെ അമ്മ വിവരമൊക്കെ അപ്പം തന്നെ അവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. അവനത് പ്രതീക്ഷിച്ചില്ല. എന്നിട്ടെന്താ ആ പേടിത്തൊണ്ട നാട് വിട്ടു. നാട് വിട്ട? എന്തിന്? ആർക്കറിയാം. ഇല്ലെങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടേനെ. അപ്പൊ ഈ അശോകനാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണക്കാരനല്ലേ? അങ്ങനല്ല. പിന്നെ അപ്പൊ അമ്മാന് പോടാ. പിന്നെ ആരാ? പറഞ്ഞിട്ട് പോ. ഞാനൊന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോ സാവിത്രി അശോകന്റെ കാര്യമൊക്കെ എന്നോട് തുറന്ന് സംസാരിച്ചതാ. ശരിക്കും? പിന്നെന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചേ? ഓക്കെ, പിന്നെന്തിനാ നിങ്ങൾ പിരിഞ്ഞേ? പിരിഞ്ഞത് നിങ്ങളല്ലല്ലോ, ഞാനല്ലേ. എന്തിന്? എടാ എന്തിനാന്നൊക്കെ ഇപ്പൊ ചോദിച്ചാ ഞാനെന്തോ പറയാനാ. ഞാനും ഒരു പഴഞ്ചൻ മൂരാച്ചി. എങ്ങനെ കൂട്ടിക്കോ. ഓരോന്നിന്റെ ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കി വന്നപ്പോ വൈകിയും പോയി. ചുമ്മാ ഒന്ന് പോവാച്ചാ. അച്ഛൻ വെറുതെ അമ്മയെ ഡിഫെൻഡ് ഒന്നും ചെയ്യണ്ട. എനിക്ക് അറിഞ്ഞൂടാ അമ്മയുടെ സ്വഭാവം. നീ ഇനി ഇത് പറഞ്ഞു വെറുതെ അമ്മയോട് വഴക്കിന് നിൽക്കണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നോക്കി നടത്തിയ നിന്നെ വളർത്തിയതും നിന്റെ അമ്മയാ, ഞാനല്ല. അതോർമ്മ വേണം. പക്ഷെ പൈസ കൊടുക്കുന്ന അച്ഛനല്ലേ? എന്നാരും പറഞ്ഞു? ഞാൻ മാത്രമല്ല, നിന്റെ അമ്മയും സമ്പാദിക്കുന്നു. ശരി, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, എന്നാ പിന്നെ നിന്റെ നെക്സ്റ്റ് പ്രശ്നം പറഞ്ഞു. നെക്സ്റ്റ് പ്രശ്നം? എന്ത് നെക്സ്റ്റ് പ്രശ്നം? എടാ, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് സോൾവ് ചെയ്തിരിക്കണം. അതാണ് എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക്. പെട്ടെന്ന് പറ. പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അങ്ങനല്ലല്ലോ. എന്താ അങ്ങനെയല്ലല്ലോ? അനു എന്ത് പറഞ്ഞു?
പറയുന്നത് പോയിട്ട് അവൾക്കിപ്പോൾ എന്നെ ഓർമ്മ പോലും ഇല്ല. അതാ അവസ്ഥ. അച്ഛാ, നമുക്ക് ഈ ജീവിത പ്രശ്നം അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ഇനി സിഗരറ്റ് ചോദിച്ച ചവിട്ടിന് പറഞ്ഞേക്കാം. പോയി കിടന്നു. പിന്നെ ആ ചെക്കൻ്റെ കാര്യം മനസ്സിലായി. ഞാൻ തല്ലി പിടിക്കില്ല. പോരെ? പോരല്ലോ. എടാ, ഞാൻ പറഞ്ഞത് നീയായിട്ട് തല്ലി പിടിക്കണ്ടെന്നാ. പക്ഷെ അവനെങ്ങാനും ഇങ്ങോട്ട് വന്ന ഇത് നിന്റെ ലൈഫിലെ ആദ്യത്തെയും അവസാനത്തെയും പഫായിരിക്കും. ഇന്നാദ്യത്തെ ആയിരിക്കും. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അവന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അവൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എന്നോട് അല്ലെങ്കിൽ സാവിത്രിയോട് അല്ലെങ്കിൽ എന്നോട് എന്തായി? ഒരിഞ്ഞ പോരാട്ടം. ആന്റി മുട്ട അറ്റാക്ക്, അങ്കിൾ കട്ട ഡിഫൻസ്. ഡിഫൻസ് വീഴും. എവിടെ പോന്നു? അവിടെ അങ്ങനെ വലിച്ചു കീറുന്നതിന് മുമ്പ് പോ. നിങ്ങൾ എന്താ അവരോട് സംസാരിച്ചത്? നോക്കി മുട്ടടിക്കുന്നില്ലേ? ഞാൻ അതിൻ്റെതായ രീതി പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ കോളേജ് മാറുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല? പിടിച്ച് കോളേജ് മാറുന്നു. എടാ, ഇങ്ങനെ ശരിക്കും ആർമിക്കാരനാണ്. ചിലപ്പോ നേവിയിലായിരിക്കും. അതായിരിക്കും തുഴയുന്നത്. മാറും. കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തരും. മാറങ്ങോട്ട്. എല്ലാ തവണത്തെയും പോലെ അവന് കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടിങ്ങ് പോന്നു. നിങ്ങളുടെ ഈ ഒരൊറ്റ സ്വഭാവം കൊണ്ടാ അവൻ എന്നെ വിലയില്ലാത്തതും നിങ്ങൾ അവന്റെ ഹീമാനായതും. ഇനി അവൻ കാണിച്ചു കൂട്ടാൻ പോകുന്ന അക്രമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇതിനും മാത്രം എന്തക്രമമാണോ നീ ചെയ്തേ? എടാ, ട്രെയിന് സമയമായി പോണ്ടേ? കുറച്ചും കൂടെ നിന്ന് ഇവന്റെ കംപ്ലീറ്റ് ഓളത്തരങ്ങളും അറിയാൻ പറ്റും. പോയി വണ്ടി സ്റ്റാർട്ടാക്കി സൂച കണ്ടുപിടിച്ച് വണ്ടിയതല്ലേ. പോങ്ങോട്ട് പോടാ. അതെ, നീ അങ്ങോട്ട് ചെല്ലുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനിയും തമ്മി അടിയിട്ടാലേ ചെയ്യാൻ ഡൈവേഴ്സ് ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് ഒരു പരാതിയില്ല. ഇനി അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാനേ പോകുന്നില്ല. ഒരു സ്പൈഡർമാൻ വന്നിരിക്കുന്നു. അച്ഛാ, വാ പോവാ, സമയം. അതേ, എങ്ങനെ ഉണ്ടായിരുന്നു വൈവ? മുതിർന്നവരോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ലൈസൻസ് കിട്ടി. എന്നാലും ഇതുകൊണ്ട് സ്റ്റാർട്ട് പുള്ളി കുറെ ഓടിച്ചിട്ടുണ്ടോ? ഏറൊക്കെ പോയല്ലോ. പിടിച്ച് തിരിക്കാം. അപ്പൊ എങ്ങനെയാ ഇനി നിന്റെ നെക്സ്റ്റ് ടാസ്ക്? എനിക്കെന്ത് ടാസ്ക്? അപ്പൊ നമ്മൾ പറയാല്ലേ, ഇതൊരു വലിയ സംഭവം പോലെ തോന്നിപ്പിക്കല ബാലു. ഞാൻ ആദ്യം അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ, എന്നിട്ട് അവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കി പറയാം. ഇഷ്ടമാണെന്ന്. ഹലോന്ന്. മഞ്ചേഷ് ഐറ്റം വീണ. നീ എന്താ ഇവിടെ? എന്താ വേറെ വഴിയുണ്ട്? വാങ്ങി. ഇത് കണ്ടിട്ട് പിന്നെ ഓടക്കുള്ളിലാണെന്ന് വിചാരിച്ചു മിസ്. വരിയായി
പാട്ടിലേറാം ഉള്ളിലീണങ്ങളിൽ പതിയെ പാതി ഞാനോതാം നിൻ കാതിന്നോരങ്ങളിൽ സാഖസപ്ത പദീഭവ സാഖായു പദീഭുവ സാഖയാതോ ഗമായമാ സാഖസപ്ത പദീഭവ സാഖായു പദീഭുവ സാഖയാതോ ഗമായമാ തെരുവെല്ലാം പൂത്ത മരമില്ലേ എരിവെയിലിൽ കൂടെ വരികില്ലേ കടലാസിൽ കോർത്ത വരിയെല്ലാം പല നാളും കൊണ്ടലഞ്ഞില്ലേ നീയും കണ്ണാലെന്നെ തിരയുന്നേ ഞാനും ഉള്ളാലിന്ന് വലയുന്നേ പിഴിക്കോണിലാകെ നിൻ കനവിന്റെ തിരിവിരി സാഖസപ്ത പദീഭവ സാഖായു പദീഭുവ സാഖയാതോ ഗമായമാ സാഖസപ്ത പദീഭവ സാഖായു പദീഭുവ സാഖയാതോ ഗമായമാ അപ്പോൾ കോളേജിൽ വെച്ച് തല്ലാൻ അഡ്മിഷനും മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു. നീ ആള് കൊള്ളാമല്ലോ. ഇപ്പം എന്താ തല്ലണ്ടേ? തല്ലടാ. പേടിച്ചു പോയോ? തല്ല്. ഇത്രേ ഉള്ളൂ. എന്നിട്ടാണോ നുള്ളാനുമ്പിച്ചാൻ ഇത്രയും നാൾ എൻ്റെ പുറകെ നടന്നത്? 2 ദിവസം 2 ദിവസം കിട്ടാനുള്ള കടലാസും പുല്ലും എല്ലാം മേടിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങിക്കോണം. ഫ്രഷേഴ്സ് ഡേ അന്ന് നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ട പടാ. ചേട്ടോ, ചേട്ടനെ ഞാൻ തല്ലാൻ വന്നത് ഈ കോളേജിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ, അല്ലാതെ ഇവന്മാരുടെ മുമ്പിൽ വെച്ചല്ല. അപ്പനെ അധികം വൈപ്പിക്കണ്ട, ഫ്രഷേഴ്സിലേക്ക് തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ ആര് കടലാസ് മേടിക്കണം. നീ വാ. Line of the jungle, so you know I'm a king. Stacking all this paper, cause you know I'm about to green. Running through the streets with my TDB team. Running this thing like kids turn king. Remember when we had to put in work for the dream? Now we sitting here like our name is Hakeem. Lines in the booth, having empire dreams. We never would've made it if we let them kill our dreams.
ബാലു എന്തി? അവനോട് സുഖമാണ് അങ്കിൾ. ഒരു ആർമി ഓപ്പറേഷനിൽ കാശ്മീരിലായിരുന്നു. ബോഡി ഇവിടെ എത്തിയപ്പോഴാ എല്ലാവരും അറിഞ്ഞ്. ഞാൻ പോരാ. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞല്ലോ നായിന്റെ മോനെ. എന്താ കഴിച്ചു പിടിക്കണോ? എന്താ നോക്കി പഠിക്കുന്നത്? ചിറകിലെ തണലിൽ നിന്നു ഞാൻ പല വഴികളിൽ മുന്നേറിടാൻ എൻ ശ്വാസവും ജീവനും ഈ നെഞ്ചു കത്തുന്നൊരോർമ്മയായി ഇനിയില്ല എന്നുള്ള സത്യവും കണ്ണീരിനാൽ മൂടി ഞാൻ എന്നുയിരേ എൻ ശ്വാസമേ മേരി തൻ പാതിയാമിന്നിടലും മായുന്നിതാ
ഇറങ്ങട്ടെ. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. പോവാ. ശരി. നീ കാരണം എത്ര ബെഡ് മാച്ചുകൾ ജയിച്ചിട്ടുണ്ടോ നമ്മൾ. ഇതുവരെ നിനക്കൊന്നും തരാൻ പറ്റിയിട്ടില്ല. എനിക്ക് അച്ഛനൊന്നാണ്. As we speak, we have breaking news coming in. A propaganda audio tape doing rounds in the media is now confirmed to be true. The authenticity of the audio tape was confirmed by the army this evening. The voice in the tape, believed to be that of now dreaded terrorist Jafar, goes on to narrate how he brutalized Colonel Sukumaran Nair while in captivity. It now confirms our worst fears. Viewer discretion is advised as graphical narration can be quite disturbing. The terrorist Jafar claims that both the hands of the officer were chopped off from his shoulders first, after which molten iron was poured into both the ears. Even his genitals were cut off brutally, as the claim goes.
വാ മോളെ. ബിച്ചു എങ്ങനെയുണ്ട് ആൻറ്റി? മോളെ അവൻ കിടക്കുക. ഞാൻ ഒന്ന് പോയി കണ്ടോട്ടെ? അത് വേണ്ട മോളെ. മോളുടെ മുഖം കാണുമ്പോൾ അവൻ ഓർക്കുന്നതൊക്കെ മോളൊന്നും വിചാരിക്കരുത്. സാരമില്ല, ഞാൻ പിന്നെ വരാം. സാരമില്ല മോളെ. ഞാൻ എന്ത് തെറ്റെയ്തിട്ടാ? ബിജു, ദേ സാർ. Hello, beta. It's my honor to meet Colonel Sukumaran's son. Though under unfortunate circumstances, but be strong. Sir? This Jafar, will you punish him? Beta, I know what you are going through. पर मैं तुम्हें बता दूं कि तुम्हें इन बातों में उलझना नहीं चाहिए. थोड़ा अपनी सोच में बदलाव लाओ. Sir, I don't want to stay here. Please help me. एक बार जरा घूमने आ जाना. यूनिट में अपने पापा का वर्क प्लेस, उसका लिविंग क्वार्टर, उसका ऑफिस एक बार जरूर देख लेना. यू विल लव इट एंड आई एम देयर फॉर यू. ओके बेटा? बेटा एक चीज बताओ, मैंने सुना है कि तुमने इस कॉलेज में इसलिए दाखिला लिया है क्योंकि तुम किसी को मारना चाहते हो. इतना डिटर्मिनेशन, नॉट बैड. But in my opinion, motivated people like you should not waste energy and time on these silly things. There are greater and bigger purposes in life for you. You are meant for big things. And that's what I believe in. Okay? Okay. You will do it. God bless you. മോനെ, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറയുന്നതിന്റെ ഗൗരവം അവന് മനസ്സിലാവാത്തോണ്ട ഈ ഒരു മാനസികാവസ്ഥയിൽ അവനെ ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത് അപകടമാണ്. ആന്റിക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തന്നെ അത് സത്യമല്ലെന്ന് തെളിയിക്കാൻ അവന് കിട്ടിയൊരു അവസരമല്ലേ ഇത്. അവൻ പോട്ടാൻറ്റി, അവന് ഹോസ്റ്റലിലോട്ട് മാറി നിൽക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സൂര്യനും പകലും ഇരുളും മുഖമാകുമോ, സിരയിൽ വളരും അടിവേരുകൾ, ജീവദാനം ആത്മയാഗം എൻ മനോഗതം. ഓ മകനേ, ഓ മകനേ, ഓ മകനേ, ഓ മകനേ. Gangster. റോക്കോ നിന്നോട് ഇവിടെ കണ്ടുവരുന്നു പറഞ്ഞല്ലോ. എണീക്കടാ.
നമ്മൾ എന്തിനാണ് തല്ലോടുന്നത്? നമ്മൾ തമ്മിൽ എന്ത് പ്രശ്ന? ഒരു പ്രശ്നമില്ല ഏട്ടാ, ഞങ്ങളെ പറഞ്ഞോട്ട് ദേ അവരാ. വിച്ചു എന്തു പറ്റി? വിച്ചു നീ എന്തു നോക്കുന്നേ? വിച്ചു ആ ആൻറ്റി വിച്ചു നിന്റെ ബാഗിൽ എന്തുവാ? എടാ നിന്നോട് ചോദിച്ചാൽ നിന്റെ ബാഗിൽ എന്താ? അമ്മയോട് നീ ഒന്നും പറയണ്ട. ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിവിടും. പകരം വിട്ടാൻ കത്തുക. അമ്മ വീട്ടിലോട്ട് വരാത്ത എന്താ? അതല്ലേ അമ്മ ഇങ്ങോട്ട് വന്നത്. ചില ദുശീലങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇതൊന്നും വരാതിരിക്കാനല്ലേ അമ്മ ഇങ്ങനെ പുറകെ നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോരെ. നിനക്ക് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്കിതാരാ തന്നേ? അടിച്ചു പറത്തി. ഇതിൽ ബോൾ എന്ത് സൂര്യൻ ഇത്? നിനക്കറിയാലോ ഇത് എന്തിനാന്ന്? ഓഫ് സൈഡ് ആയിരുന്ന ഇപ്പൊ പറഞ്ഞേ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ചീത്താക്കല്ലെന്ന്. അവന്റെ അമ്മൂമ്മയുടെ ഓഫ് സൈഡ് കുറ്റടാ പട്ടി. ഗോള്.
ഓർമ്മയുണ്ടോ എപ്പോഴതെടുത്തെന്ന്? നിനക്ക് സിനിമ കാണണമെന്ന് വാശി പിടിച്ച് നീ കരഞ്ഞ ദിവസം. അപ്പോ അച്ഛന് കാല് ഫ്രാക്ചറായി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ സമ്മതിച്ചോ? നീയോ? കൊള്ളാം. നീ അന്ന് തന്നെ ആ സിനിമ കണ്ടു. അച്ഛൻ തന്നെയാ നിന്നെ കൊണ്ടുപോയത്. ഒരുപാട് വേദനിച്ചാണോ അല്ലേ? മോനെ, അനു വിളിച്ചിരുന്നു. നീ എന്താ വിളിക്കാത്തത്? ഇറങ്ങുന്നതിന് മുൻപ് നീ അവിടം വരെ ഒന്ന് ചെല്ല്. ആ കൊച്ചു നിനക്ക് വേണ്ടി പായസം വരെ നേർന്നു വഴിപാടായിട്ട്. ഒന്ന് അവിടം വരെ ചെല്ല്. വഴിപാടാണോ? വേണ്ടി വരും. ജലജ, ഡേ, നീ ഒന്നും നിന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കടി. ഓക്കെ, ഞാൻ വീട്ടിൽ സമ്മതിപ്പിച്ചോളാം. ഡേ, നീ ഇങ്ങനെ മനുഷ്യനെ ചുമ്മാ ടെൻഷൻ ആക്കല്ലേ കേട്ടോ. ബിച്ചുവിനെ പിക്ക് ചെയ്യാൻ പോണ്ടേ? അയ്യോ, സമയമായി. നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാം. അയ്യോ, ആൻറ്റി വിളിക്കുന്നു. എത്തിയെന്നറിയാൻ അറിയും. ആ, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. ഹലോ ആൻറ്റി, ഞങ്ങളല്ല, ഞാനിപ്പോ എത്തും. സമയം എടുക്കില്ല, ഇപ്പൊ എത്തും. ബാലു, അതല്ല, ബിച്ചുവിന്റെ ലീവ് ക്യാൻസലായെന്ന്. അവൻ തോട്ടയിൽ പോയപ്പോ ചെയ്ത ഏതോ വർക്കിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന്. തോട്ടയല്ല, ദോഡ. അതുകൊണ്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതെങ്ങനെ പറയാതെ പോന്നേ? ഇതിനകത്ത് എന്തോ പന്തികേടുണ്ട് കേട്ടോ. അതെ, ഫുൾ കള്ളത്തരായിരിക്കും. ഞാനൊന്ന് വിളിക്കട്ടെ. ആൻറ്റി പേടിക്കണ്ട കേട്ടോ. പേടിയോ? എനിക്കെന്ത് പേടി? बेटा, तुम अपने पापा को जानते हो ना? करेक्ट. फिर तुमने एक बार भी ये नहीं पूछा कि उन्होंने इस ऑपरेशन में क्या किया था? तुमने जानना चाहते कि सच में तुम्हारे पापा कितने बड़े हीरो हैं? This Operation Pavan was one of the most difficult and daring missions ever taken by the army, and your father almost pulled it off. Unfortunately, he could not survive. क्यों नहीं बनना चाहते तुम उसकी तरह? विशाख सुकुमारन? Have you heard about NDA? National Defense Academy. That's the place where some national legends were born. That's the place where your father was born. कर पाओगे तुम?
साग सप्ता पदी बगा साग आयु पदी बुवा साग यादो कमाया मारे नने ना अरे नन्ना അപ്പൊ ആ റോക്കോ അയാൾ എവിടെ ഉണ്ട്? साग सप्ता पदी बगा